ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെ പോലെയും തന്നെ രാവിലെ ചായയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അട വറുക്കാനുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കും. അത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്ന, വളരെ തിന്നായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ആ പീര എടുത്ത് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് മടക്കുക. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു പഴയ തവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ വാഴയിലയുടെ ആ ഒരു മുരിഞ്ഞ മണവും ഒക്കെ കൂടി വരാൻ നേരത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇവിടെ ദുവയ്ക്ക് കുറുക്ക് കൊടുക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദുവയ്ക്ക് ഇന്ന് എല്ലാ ദിവസവും മാറി മാറിയാണ് നമ്മൾ ഫുഡ് എടുക്കാറ്. അപ്പോൾ ഇന്ന് ദുവയ്ക്ക് ഏത്തപ്പഴം അടിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ നമ്മുടെ പുട്ടുകുറ്റിയിലാണ് ദോയ്ക്കുള്ള പഴം വേവിക്കാനായിട്ട് വെക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനകത്തുള്ള കറുത്ത സീഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം ആ സീഡ് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് മിക്സിഡ് ജാറിനകത്തേക്ക് ഇട്ട് കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചിട്ട് അത്യാവശ്യം എത്ര ലൂസാണ് അതിന് വേണ്ടതെന്നുള്ള രീതിയിൽ പാൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരേ സാധനം തന്നെ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മടുത്തു പോകില്ല. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചുമൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ദുവയുടെ ഇത് വെച്ചിട്ട് ഇപ്പം തന്നെ ദുവയ്ക്ക് വലിയ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരത്തിനോടാണ് കൂടുതലും താല്പര്യം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒത്തിരിയൊന്നും മധുരമുള്ള സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ എന്താണ് ദുവയ്ക്ക് ഇഷ്ടം അതനുസരിച്ചുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതേ കുറുക്കൊക്കെ റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമുക്ക് ബേക്കറിയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. രാവിലെ 10 മണിക്ക് നമുക്ക് അതിനുള്ള സപ്ലൈക്കൊക്കെ പോകണം. കുറച്ച് ഓർഡറുകളൊക്കെ ഞാൻ പിടിച്ച് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് ബേക്കറിയിൽ. അപ്പോൾ അതേ പഴംപൊരി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും മൈദ, അരിപ്പൊടി, എള്ള്, ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കും. അപ്പോൾ അമ്മയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് പാക്കുറിച്ചിലാണ് കേട്ടോ. അതെ, അമ്മ വേപ്പില പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു വേപ്പില തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ഞാനൊരു ടിന്നിനകത്തിട്ട് അടച്ചു വെക്കുവാണ്. നമുക്കിവിടെ വീട്ടിൽ വേപ്പില ഉള്ളത് കൊണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലാവിഷാണ്. അപ്പോൾ അത് പാക്കുറിച്ചിൽ പൊള്ളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് നമ്മുടെ പൊടികളും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പാക്കുറിച്ചിൽ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മീൻ പൊള്ളിക്കുന്നതിൻ്റെയൊക്കെ പല റെസിപ്പികൾ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നേരത്തെയുള്ള വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പച്ചക്കറിയായിട്ട് ക്യാബേജ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുവക്കുട്ടി ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കാളിയാണ്. പുറത്തേക്ക് പോകാനുള്ള ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നീന്തുന്ന കാരണം ഒരു രക്ഷയും ഇല്ല കേട്ടോ. അപ്പോൾ പുള്ളിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ ഉറക്കക്കുറവാണ്, പുള്ളി ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ബേക്കറിയിലേക്ക് കൊടുക്കാനുള്ള ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നരാടാണ് ചിക്കൻ മേടിക്കുന്നത്. ഞാൻ ചിക്കൻ സമൂസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിക്കൻ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം കഴുകി ഞാൻ വേവിച്ചിട്ട് വെക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കഴുകിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കുക്കറിനകത്തേക്ക് വെക്കുന്നുണ്ട്. കുക്കറിൽ വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ 2-3 പീസ് അതിനകത്ത് നിന്ന് എടുത്ത് പിന്നെ തനുവിന് ഉച്ചക്കത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ദുവയ്ക്ക് ഉച്ചക്ക് ലഞ്ച് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ലഞ്ച് കൊടുക്കുന്നത് കുറച്ച് സമയത്തെ പരിപാടിയാണ്.
അത്യാവശ്യം എന്തൊക്കെ കാണിച്ചാണ് കൊടുക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ പുള്ളി അത് ക്യാമറയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അത് ക്യാബേജിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് നല്ല ചൂടല്ലേ ഇപ്പോൾ, അതുവൊക്കെ നന്നായിട്ട് ചൂടൊക്കെ പൊങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം ഇതുപോലെ കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ഒരു 2 പ്രാവശ്യം, ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ നമ്മൾ കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിലിരുത്തും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.